ഇടുക്കിയിൽ നടന്നത് കോടികളുടെ അനധികൃത ഖനനമാണ്. ജിയോളജിസ്റ്റ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തത് 26 നിയമലംഘനങ്ങളാണ്. റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ കരിങ്കൽ പൊട്ടിച്ച് കടത്തി. ഏലത്തോട്ടത്തിൽ അനധികൃത ക്വാറി നടത്തി. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് വിവരം നൽകാതെ റവന്യൂ ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചു. ജെയിനിസ് രാജു വിശദാംശങ്ങളുമായി ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. നമ്മളിത് നേരത്തെ ഈ അനധികൃത ഖനനവുമായി അനധികൃത കയ്യേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്ത നടത്തിയതാണ്. ഇതിപ്പോൾ അതിൽ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. വിശദാംശങ്ങൾ എന്താണ് ജെയിൻ? മോത്തി, ഇന്നലെയാണ് CPM ജില്ലാ സെക്രട്ടറി മരുമകൻ ഇവരുടെയൊക്കെ പേരിൽ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അനധികൃത പാറഖനനവും അതോടൊപ്പം തന്നെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിവരങ്ങളെ കാണേണ്ടത്. ഇടുക്കിയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വ്യാപകമായി അനധികൃത ഖനനവും മണ്ണെടുപ്പും നടത്തുന്നു എന്ന തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. 26 നിയമലംഘനങ്ങൾ ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ കളക്ടർക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പല സ്ഥലത്തും വലിയ ക്വാറിയാണ് നടത്തിയത്. നിലവിൽ ഇടുക്കിയിൽ ഹൈറേഞ്ച് മേഖലയിൽ 3 താലൂക്കുകളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വ്യാപകമായി പലയിടത്തുനിന്നും സർക്കാർ ഭൂമിയിൽ നിന്ന് വരെ പാറ പൊട്ടിച്ചു കടത്തി എന്നുള്ളതാണ് ഈ ജിയോളജിസ്റ്റിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇത് സംബന്ധിച്ച് പലതവണ ഇതിൽ തുടർ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിലേക്ക് കത്തുകൾ അയക്കുകയും നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനെ സംബന്ധിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥത, ഈ ഭൂമിയുടെ സ്വഭാവം എന്ത്, സർക്കാർ ഭൂമിയാണോ സ്വകാര്യ ഭൂമിയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രത്യേക ആവശ്യത്തിന് നൽകിയ പട്ടയഭൂമിയാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകേണ്ടത് റവന്യൂ വകുപ്പാണ്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർമാർ സ്ഥലത്ത് പോയി പരിശോധന നടത്തുകയും സ്റ്റോപ്പമോ അടക്കം നൽകുകയും ചെയ്യണം. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആര് ഭയന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിസ്സംഗരായി ഇരുന്നത് എന്ന ചോദ്യം തീർച്ചയായും ഉയരുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പാറയാണ് സർക്കാർ ഭൂമിയിൽ നിന്ന് അടക്കം പൊട്ടിച്ചു കടത്തിയത് എന്നുള്ളതാണ്. റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ ഇത് നടത്തിയത് എത്തരത്തിലായിരുന്നു? അതായത് നമുക്ക് ഇടുക്കിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും, നിലവിൽ റോഡിൻ്റെ ഒരു വീതിയുണ്ട്. അത് കൃത്യമായി ഒരു അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത്. പക്ഷേ പാറയുള്ളിടത്ത് പാമ്പ് ഇര വിഴുങ്ങിയതുപോലെ ഈ റോഡിൻ്റെ വീതി വർദ്ധിക്കും. അതായത് ആ പാറയുള്ള ഭാഗത്ത് കയറി ഈ പാറ പൊട്ടിച്ച് അവിടെ നിന്ന് എടുക്കും. സാധാരണ രീതിയിൽ ഒരു പാമ്പ് ഇര വിഴുങ്ങുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് നിലവിൽ പല ഇടുക്കിയിലെ റോഡുകളും. പലയിടത്തും പാറയുള്ളിടത്ത് കയറി പൊട്ടിച്ച് ഈ നിർമ്മാണ കമ്പനി കൊണ്ടുപോകും. അവരെ സംബന്ധിച്ച് അത് സാമ്പത്തിക ലാഭമാണ്. പല സ്ഥലത്തും റോഡ് നിർമ്മാണമല്ല നടക്കുന്നത്, പാറ ഖനനമാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് ഇടുക്കിയിലെ സാഹചര്യം. എന്നാൽ ഇതിനകത്ത് നടപടി സ്വീകരിക്കേണ്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജില്ലാ കളക്ടർ അടക്കം ഇക്കാര്യത്തിൽ നിസ്സംഗരായിരിക്കുകയാണ്. മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അനധികൃത പാറ ഖനനം നടത്തിയത്. അവരോടാണ് പലതവണ ജിയോളജിസ്റ്റ് ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പാറ ഖനനം നടത്തിയിരിക്കുന്നത് ഇടുക്കി താലൂക്കിലാണ്. ഇടുക്കി താലൂക്കിൽ നടന്ന പാറ ഖനനങ്ങളിൽ ഒന്നിൽ പോലും തഹസിൽദാരുടെ ഭാഗത്തുനിന്നോ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. സ്വാഭാവികമായും പലരും ഇതിൻ്റെ സംശയത്തിൻ്റെ മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ വ്യാപകമായിട്ടുള്ളൊരു അന്വേഷണത്തിന് വില്ലേജ് ഓഫീസർമാർക്കും അതോടൊപ്പം തന്നെ തഹസിൽദാർമാർക്കും നിർദ്ദേശം നൽകിയത്. അതായത് ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്, ഇതല്ല 26 നിയമലംഘനങ്ങളല്ല, അതിൽ കൂടുതൽ പല റോഡുകളും ഇതിൽ ഉൾപ്പെടാത്തതുണ്ട്. ആ റോഡുകളുടെയൊക്കെ മറവിൽ പാറഖനനം നടന്നിട്ടുണ്ട്. ആ പാറഖനനങ്ങളൊന്നും നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഈ അധികൃതരുടെ കൺമുന്നിൽ നടന്ന നിയമലംഘനങ്ങളാണ്. കരാറെടുത്ത കമ്പനിയാണ് പല സ്ഥലത്തും പാറ ഖനനം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരാറുകാരൻ പാറ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. CV വർഗീസിന്റെ മകൻ സജിത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി പാറ പൊട്ടിച്ച് കടത്തി എന്നതടക്കമുള്ള കണ്ടെത്തലുകളോടെയാണ് ഈ റിപ്പോർട്ട് ജിയോളജിസ്റ്റ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല.